നിനക്ക് എങ്ങനെ ഇറങ്ങിയിട കേക്കച്ച ആ പിടുങ്ങാണ്ടി സദ്യ? യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇടിച്ച് പഞ്ചറാക്കുകയും അതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ജയിലിലിടുകയും യുവനേതാവിൻ്റെ അഭീതഗർഭം തപ്പുവാൻ ക്രൈംബ്രാഞ്ചിനെയും ഇറക്കിയ പിണറായി ഒരുക്കിയ ആ സദ്യയിൽ പിണറായിയുടെ അരികിലിരുന്ന് സദ്യ കഴിച്ച കേക്കച്ചനെ അന്ന് മുതൽ ജനങ്ങൾ വലിച്ചുവാരിയിട്ട് പൊങ്കാലയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ കേക്കച്ചൻ സദ്യ കഴിക്കാൻ വലിഞ്ഞു കയറിപ്പോയതിനെതിരെ കെ സുധാകരനും പ്രതികരിക്കുന്നത് കാണുക. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലേ? അതിലൊന്നും ഭർത്താനം ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അല്ല, അതിൽ പല ഈ ഇതൊക്കെ കണ്ടു. കേസായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ആ രീതിയിലുള്ള ഒരു വികാരം പങ്കുവെക്കുന്നത് കണ്ടു. അത് പ്രവർത്തകന്മാർ പങ്കുവെച്ചാൽ അതൊക്കെ പങ്കുവെച്ചതങ്ങ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. കെ സുധാകരൻ പോകില്ല. കാരണം അദ്ദേഹത്തിന് അന്തസ്സുണ്ട്. രാഹുലിനെ പണിയുവാൻ നോക്കിയ ഹൈക്കമാൻഡർ ആലപ്പുഴ കോവാലൻ്റെ കുറ്റിച്ചൂൽ കേക്കച്ചനെയും ശെങ്കിടികളെയും കോൺഗ്രസ് അനുഭാവികൾ വലിച്ചുകീറൽ തുടരുകയാണ്. മിഷൻ 60യുടെ 11ാം ദിനത്തിൽ ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. i2a ന്യൂസ് റിയാക്ട് ഫോറായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളൊരു വ്യൂവറും കൂടിയാണ്. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് ന്യൂസുകളൊക്കെ കാണുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വേറൊന്നും നമ്മൾ നോക്കണ്ട. ഈ സതീശനും ടീമും കംപ്ലീറ്റ് കൂടിയിട്ട് അദ്ദേഹത്തിനെ ഒരു ഒതുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് ഞാൻ വളരെ അംഗീകരിക്കുന്നു. ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാ ന്യൂസുകളും ഞാൻ കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ന്യൂസുകളും നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ ന്യൂസും നിങ്ങൾ കാണാറുണ്ട്, ഏത് കേസിലായാലും. പക്ഷെ ഇപ്പൊ നിങ്ങളെടുത്ത സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒരു ചാനലുകളും ചെയ്യാത്ത പരിപാടി നിങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സതീശനെയും ഈ ചെന്നിത്തലയും കുപ്പായവും ഇട്ടിട്ട് ഇവര് കോൺഗ്രസിനെ നശിപ്പിക്കുക എന്ന കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം ഇവർക്ക് ഈ കളവന്മാരൊക്കെ മൂലയ്ക്ക് ഇരുത്തണം. ഇവരൊരു കാരണവശാലും പൊങ്ങാൻ വിടരുത്. ഇവനൊക്കെ ഈ പറവൂര് നിന്നിട്ട് ഇവനെന്തും കളിക്കുക, എന്ത് തോന്നിയ മാസവും ചെറുപ്പക്കാരെ ഒതുക്കി നിർത്തുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഇതിലൊക്കെ മനസ്സിലാവുക. അപ്പോൾ സാറിനെ പോലെയുള്ള ആള് വളരെ നിഷ്പക്ഷപരമായിട്ട് ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്നതിനപ്പുറം ഒരു മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ഇവർക്കെതിരായിട്ട് ഈ ചെന്നിത്തലക്കും ഈ സതീശനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സതീശനെ വിളിച്ചപ്പോൾ ഇവരുടെ PR ഒക്കെയാണ് എടുത്തത്. സാർ അങ്ങനെയല്ല, ആ പെൺകുട്ടിക്ക് കേക്ക് മുറിച്ച അന്നേരം മുറിച്ചതല്ല, ഇത് പണ്ട് മുറിച്ചത് ഇപ്പം വന്നതാണ്. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനോട്. ഞാൻ അവന്റെ തന്തക്കടക്കം പറഞ്ഞിട്ടുണ്ട് സതീശന്റെ. അതേപോലെ സണ്ണി ജോസഫിനെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനെ, എന്റെ കുടുംബം കംപ്ലീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ലൊരു ഇവരുടെ അഴിമതിയും കൊള്ളത്തരങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് നിങ്ങളെ പോലെയുള്ള ആളുണ്ടല്ലോ, അത് ഈ മെയിൻ സ്ട്രീമിലുള്ള മീഡിയകളെ കാട്ടി ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട്. ഞാൻ UK നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ ഭയപ്പെടുന്നത് സുനിലിന്റെ ഇതിനെ കുറിച്ച്, സുനിലിന്റെ ആയുസിനെ കുറിച്ചാണ്. ഇവരെന്താ സുനിലിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സുനിൽ ഇത് ചെയ്തത് ഈ കാലഘട്ടത്തിന്റെ ദൈവം നിയോഗിച്ച ഒരാളായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഇവർ കാണിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞ ഞാൻ ഇതൊന്നും കാണുന്നല്ല. സുനിലിന്റെ വാർത്ത കണ്ടതിന് ശേഷമാണ് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായതും രാഷ്ട്രീയം പഠിപ്പിച്ചതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സുനിലിന്റെ വാർത്ത മാത്രമേ കേൾക്കാറുള്ളൂ, വേറെ ഒരു ചാനലിലെ വാർത്തകൾ പോലും കേൾക്കാറില്ല. കാരണം ഞങ്ങൾ യൂട്യൂബിൽ സുനിലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും, അതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ളൂ, അതിനകത്ത് സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാകും. അപ്പൊ ഇപ്പൊ ഈ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയക്കാരുടെ ഈ കേരളം എന്ന് പറയുന്നത് ഇത്രയും കുട്ടിച്ചോറായി. ഇനിയിപ്പം ദൈവം സുനിലിന്റെ കരങ്ങളിലായിരിക്കും ദൈവത്തിന്റെ കുറെ കാര്യങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ ഈ സതീശൻ എന്തൊക്കെ എന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ശരിക്കും സുനിലിന്റെ ഇതോടെ നമുക്ക് ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊക്കെ റെഗുലർ ആയിട്ട് പലരുടെയും ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് അത് എങ്ങനെയാണെന്ന് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ മുമ്പോട്ട് ശശി തരൂർ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശശി തരൂരിനെ കംപ്ലീറ്റ് ഔട്ടാക്കിയിട്ട് അതായത് ഇവർക്ക് ഭയങ്കര അസൂയാണ്. ഈ സതീശനും അതെ രമേശിനും അതെ പിന്നെ ശശി വേണുഗോപാലും ഇവർ ഓരോരുത്തരുടെ ശബരി അങ്ങനെയുള്ള പുതിയ ഈ ചെറുപ്പക്കാരെ മുഴുവൻ അരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഇവര് പുറകോട്ടേക്ക് അവരെ നശിപ്പിച്ചു. ഇനി എന്താണെന്ന് വെച്ചാല് എന്തെങ്കിലും ഈ രാഹുൽ ഗാന്ധിനെ ഇത് നേരിട്ട് സംസാരിക്കാനോ എന്തെങ്കിലും സാധിക്കുമോ? അതായത് സുനില് ഇതൊക്കെ അവരെ ബോധ്യപ്പെടുക. കാരണം വേണുഗോപാൽ ഇതൊന്നും ചെയ്യാൻ പോകുന്നുണ്ടോ? കാരണം ഇതെല്ലാം ഒരു പുതിയ ഭരണകൂടം ഈ ജനങ്ങളാൽ അതായത് ഇതുണ്ടാക്കിയാൽ അതായത് ശശി തരൂർ ഇപ്പൊ കാരണം പലരും പറയുന്നുണ്ട് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ കുറെ ഈ പുതിയ യങ് ജനറേഷൻ അതായത് പണ്ടത്തെ കാലമല്ല. പണ്ടെന്ന് പറയുന്നത് ചുമ്മാ വെറുതെ ഇങ്ങനെ പത്രങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ നമുക്കെല്ലാം ടു ഡേറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവര് പഴയ ശൈലിയിലാണ് ഇവര് മുമ്പോട്ട് പോയത്. ഇപ്പൊ അതൊന്നും അല്ല. ഞാൻ കാരണം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേരളത്തിലെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനമല്ല ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് മറ്റേവർ കയറുവാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയും ഈ കേരളം ചുട്ടിക്കാറായില്ലേ? ഒരു പുതിയ ഒരു കേരളത്തെ വാർത്തെടുക്കാൻ എന്റെ സുനിലിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഇനി ഞങ്ങൾക്കൊക്കെ ശരിക്കും പറയാ നാട്ടിലേക്ക് വരാൻ പോലും കൂടെ പേടിയാവുക. ഇവരൊക്കെ എങ്ങനെ ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവരാ പറയുമ്പോഴത്തേ ശരിക്കും പറഞ്ഞ ദുബൈയിൽ പോയതും ഇതൊക്കെ മനുഷ്യർക്കൊക്കെ എല്ലാം എന്തുമാത്രം മനസ്സിലാകുന്നത്. ഈ 3 എണ്ണം കയറി വരരുത്. ഈ വേണുഗോപാലും അതെ ഈ സതീശനും അതെ ഇതിന്റെ മറ്റേ ആളിന്റെ പേരല്ല രമേശനും. ഇത് 3 എണ്ണം ഇനി ഇവന്മാര് ഇലക്ഷനുമായിട്ട് മുമ്പോട്ട് വരരുത്. പുതിയ കേരളം പുതിയ ഇതുണ്ടാക്കണം. മനുഷ്യർക്കെല്ലാം അതനുസരിച്ച് ഇനിയിപ്പോ എത്ര നാട് കൂടെ അതിനുമ്പോ ഇവന്മാര് വെച്ച് നീട്ടിക്കൊണ്ട് പോകും അടുത്ത തെരഞ്ഞെടുപ്പ്. എന്നാലും ഇപ്പം ശരിക്കും പറഞ്ഞ സുനിലിന്റെ ആ ഹെഡിങ് ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ സതീശൻ കോൺഗ്രസ് തൂക്കി വിറ്റു എന്നൊക്കെ പറഞ്ഞത് എന്താ അക്ഷരാർത്ഥത്തിൽ അതൊക്കെ ശരിയാണ്. സുരേഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്ന കാരണം 1000 അഭിവാദ്യങ്ങളാണ്. സത്യം ഞാൻ പറഞ്ഞു. ഈ സതീശ് കാരണം എല്ലാം ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞു. ഈ സതീശനെന്ന് പറഞ്ഞ് യവന എടുക്കാൻ ഒരു വഴിയില്ല സാർ. സത്യം ഞാൻ പറയും. ആ പാവപ്പെട്ട പയ്യനെ കോൺഗ്രസിൽ നിന്ന് ഒതുക്കി സാറ് പറഞ്ഞിടങ്ങി എന്നൊരു കേക്കത്തിനാണ് ഇവൻ. അവന്റെ വാക്കകത്ത് കേക്ക് തിരികെ കേട്ടിട്ടോളം ഈ ഒരു പ്രശ്നമാണ്. സത്യമുണ്ട്. അവന്റെ കേക്ക് തൊട്ടണി പ്രശ്നമാണ്. സാറ് സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കണേൽ 1000 സാറിനെ നമസ്കാരം ചെയ്യുന്നതാണ്. ആ പാവപ്പെട്ട പയ്യനെ ഒതുക്കാനായിട്ടാണ് ഈ യവൻ ഈ പണി എത്രയില്ല. യവനും അതേപോലെ തന്നെ ആ രമേശൻ ഈ 2 നാറികളെ നമുക്ക് ഞാൻ കോൺഗ്രസ് ഈ 2 നാറികളെ തോർത്തിട്ടുണ്ടാവും. സാറിന് എന്ത് ഇതിലാണോ ഞാൻ പ്രകടനമാണ് ചെയ്യുന്നത് സാറിന് സംരക്ഷണം സംബന്ധിച്ച്. സത്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ആ പാവപ്പെട്ട പയ്യൻ എന്ന് തൊട്ട് അവൻ 10 ദിവസമാണ് വീട്ടിനകത്താണ് കഷ്ട ആ ചെറുക്കന. ഈ സതീശ ഒരുത്ത നിമിത്തമാണ് അവൻ ഈ കണക്കിനെടുത്ത് നരകിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാൻ. ഈ നാറിനെ നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്ത് ഞാൻ കോൺഗ്രസ് ഈ നാറിനെ നമുക്ക് തോപ്പിക്കുന്നുണ്ടാണ്. സത്യം ഞാൻ പറയുന്നു. അത്രയ്ക്ക് വിഷമം പ്രയാസമുണ്ട് സാർ. സത്യം. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. കേട്ട് ഈ രമേശ് ചെന്നിത്തല ഈ 2 നാറികളാണ് ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. സത്യം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സാറ് എത്ര വീഡിയോ ചെയ്യാനും സാറിന് 1000 അഭിനന്ദനങ്ങളാണ് ആ ജനങ്ങൾ സാറിന് തരുന്നത്. സത്യം ഞാൻ പറയും. ആ ചെറുക്കനെ സപ്പോർട്ട് ചെയ്ത് സാറ് ഈ പയ്യനെ സപ്പോർട്ട് ചെയ്യണം. നിരപരാധിയായ ഒരു പയ്യൻ. സത്യം പറയും. ഈ സതീശ സാറ് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കേക്കച്ചനാണ്. യമന്റെ അവിടെ നിന്ന് കേക്ക് വായിന് തിരികെ കേൾക്കണ സാറ് കണ്ടില്ല. സാറാണ് പേരിട്ടവന് കേക്കച്ചൻ. സാറിന് എത്ര സംരക്ഷണമാണെങ്കിലും സാറ് സൂക്ഷിക്കണം. പക്ഷെ സാറിന് കുഴപ്പമൊന്നുമല്ല. ദൈവം സാറിന്റെ കൂടെ ഉണ്ട്. കാരണം സത്യാവസ്ഥ പുറത്തു വിടുന്നതിൽ സാറിന്റെ കൂടെ ദൈവം സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. സാറിന് ഒരു കുഴപ്പം വരും. ഇതേപോലെ ഈ നാറീന ഈ പരമ ചെക്കെ നമുക്ക് തോപ്പിക്കണം സാർ. അതേ ഉള്ളൂ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഈ ചെക്കാതെ 2 എണ്ണത്തിനെ നമുക്ക് തോപ്പിക്കണം. കാരണം എന്ത് വേണം നമ്മൾ ഈ പ്രവാസികളിൽ നിന്നുള്ള ഒരു ഇത് കാരണമുണ്ട്. സത്യം പറയുന്നു. അത്രയ്ക്ക് പ്രയാസമുള്ളതുകൊണ്ട് പറയുന്നു. ആ ചെറുക്കന്
പാർട്ടി വ്യവസ്ഥ കൊണ്ട് കാറ്റ് അവൻ ഊണുമില്ല ഉറക്കമില്ല അവന്റെ വീട്ടിൽ ഇത്രയും ജനങ്ങൾ അവൻ സപ്പോർട്ട് ചെയ്തിട്ടും പക്ഷെ പാർട്ടിയിൽ നിന്ന് ഈ കള്ള മാറി ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ അണ്ടർഗീരിയോ അവനൊരു സംരക്ഷണം കൊടുക്കും. എന്നിട്ട് എന്താണ് പ്രൊസീഡ് ചെയ്യും. ഈ കള്ള മാറിനെ നമുക്ക് ഈ കോൺഗ്രസിന്റെ അന്തരാണ് ഈ പാർട്ടി. ഞാൻ സത്യം പറഞ്ഞതാണ് അവസരം സാറ് സാറിന് ആയിരം അഭിനന്ദനങ്ങളെയാണ് ഞാൻ ഈ ചെറുക്കന്റെ പേര് സാർ ഇത്രയും ഈ സെക്കൻഡ് സാറ് വീഡിയോ ചെയ്യുന്നതിന് സാറിന് ആയിരം അഭിനന്ദനങ്ങൾ. BS സുധീരനും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ അരൂർ മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് രാജേന്ദ്രൻ. എനിക്കിപ്പോ 63 വയസ്സായി. ഞാനൊരു 15 വയസ്സ് മുതൽ കോൺഗ്രസ് പ്രവർത്തനമൊന്നുമില്ല, കോൺഗ്രസ് അനുഭാവിയാണ്. എന്റെ മണ്ഡലത്തിൽ നിന്നാണ് AK ആന്റണി, വയലാർ രവി ഒക്കെ വിജയിച്ചു പോയത്. ഇവന്മാരെന്ത് പോക്കിരിത്തരമാണ് ഈ കാണിക്കണേ. ഈ പിന്നെ BD സതീശനും മറ്റേ എന്താണ് രമേശ് ചെന്നിത്തലയൊക്കെ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയല്ലേ. ഞങ്ങള് വിശ്വസിച്ച് ഈ പ്രാവശ്യം നമ്മുടെ പാർട്ടിക്ക് ഒരു ഭരണം കിട്ടുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി അവവാദം പരത്തിയേക്കണം. ആ കൊച്ച് നല്ലൊരു കൊച്ചാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടും ഈ ഷാവി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ മകനും ഇവരൊക്കെ യുവതലമുറയാണ്. അവരെ അധികാരത്തിൽ കൊണ്ടുവരണം. ഇവരെയൊക്കെ കൊണ്ടുവരണം. ഈ BD സതീശനെയും ഈ രമേശ് ചെന്നിത്തലനെയൊക്കെ തോപ്പിക്കണം. ഈ തോണ നിർത്തിയിട്ട് അവരെ തോപ്പിച്ച് കളയണം. സങ്കടമുണ്ട് ഞങ്ങക്ക്. ഞങ്ങള് കോൺഗ്രസിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഈ തോണ എന്താണ് നമുക്കൊരു ഭരണം കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ പിണറായി വിജയന്റെ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് പിന്നെ BD സതീശനും രമേശ് ചെന്നിത്തലയും പ്രവർത്തിക്കണം. നമ്മുടെ പാർട്ടിനെ തകർക്കാൻ വേണ്ടിയാണ്. സ്ഥലം മള്ളുശ്ശേരി ബാലേന്ദ്രൻ. ആ രാഹുൽ മാങ്കൂട്ടനെ ചതിക്കുകയല്ലായിരുന്നു ഇവര്. 67 വയസ്സായി. തോമസ് ചാഴിക്കാടനും ബാബു ചാഴിക്കാടനും രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ കരിക്ക് വെട്ടിക്കൊടുത്തവനാ. ഉമ്മൻചാണ്ടിയുടെ കൂടെ ഞാൻ 11 വയസ്സിൽ കൂടിയതാ. ഞാനിതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നതിന് ഈ സതീശൻ എന്ന് പറഞ്ഞ പിണറായിയുമായിട്ടുള്ള കൂട്ടാണ്. തുറന്ന് ഞാൻ പറയുന്നു, സതീശനും പിണറായിയുമായിട്ടുള്ള കൂട്ടാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. 11 വയസ്സുള്ളപ്പോൾ ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൂടെ കൂടിയതാ. ആ പിള്ളേരെയൊക്കെ എനിക്കറിയാം. അന്ന് കൊച്ചു കുഞ്ഞുങ്ങളാ. ഞാൻ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല. സങ്കടം കൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചതാ. രാഹുലിനെ ഇവന്മാര് തിരികെ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? തിരികെ എടുത്തില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഇല്ലാതെയായി പോവും, നശിച്ചു പോവും. ഈ സതീശൻ ഒന്നും ഇവിടത്തെ കണി കാണുകയല്ല. സതീശൻ എന്ന് പറയുന്ന പിണറായിയുടെ ഭിന്നാമിയാ എന്നേ ഞാൻ പറയുള്ളൂ. എന്റെ പേര് മാത്യു ദാനിയ. റാന്നി എന്നാ വിളിക്കുന്നത്. റാന്നി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറെ ദിവസമായിട്ട് നിങ്ങൾ തകർത്തോണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയും BD സതീശനും KC വേണുഗോപാലും ഉള്ളിടത്തോളം കാലം അവനെ ഗതി പിടിപ്പിച്ചിട്ടില്ല. അവർ ഈ 3 കക്ഷികളും കൂടെ ചേർന്നുള്ള കളിയാണ് ഇവിടെ. കോൺഗ്രസിനെയും രക്ഷപ്പെടുത്തിട്ടില്ല. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു ഗതി പിടിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അടുത്ത പ്രാവശ്യം പിണറായിയുടെ മുഖ്യമന്ത്രി തന്നെ വീണ്ടും വരും. അതിനുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്. BJP തന്നെ അതിന്റെ കൂടെ തന്നെ BJP വളർന്നുണ്ട്. അപ്പം അത് വ്യക്തപരമായിട്ട് ഇതിന്റെ വ്യക്തത കറക്റ്റാക്കി ജനങ്ങളിൽ എത്തിക്കണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഈ BD സതീശൻ പ്രതിപക്ഷ നേതാവായത് ഇയാൾക്ക് വേണ്ടിയാ. ആർക്കാ? പിണറായി വിജയന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവായത്. പിണറായി വിജയന് എന്ത് പറയുന്നോ അത് തന്നെയാണ് നടത്തുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം നടപ്പിലാക്കുന്ന ജോലിയാണ് ഇപ്പം BD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരണം. എല്ലാം തെളിവുകൾ സഹിതം രംഗത്ത് കൊണ്ടുവരണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. സ്കൂൾ തൊട്ടേ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ബോംബെന്ന് രവീന്ദ്രൻ എന്ന് പറയും. എൻ്റെ നാട് കായംകുളമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ തെണ്ടികളെ ഈ 3 പേരും. ഇവന്മാരെ എങ്ങനെയെങ്കിലും ചാടിക്കാനുള്ള വഴി നോക്കുക.
ചെന്നിത്തല നമ്മുടെ നാട്ടുകാരനല്ലേ ചെന്നിത്തല, അവനൊന്നും ശരിയല്ല. അവനൊക്കെ കൈക്കൂലി മേടിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികളാ. അത് തന്നെയല്ല, പിന്നെ ഈ വെറ്റനുണ്ടല്ലോ കഷണ്ടിക്കാരൻ സതീശന്, ഇവനെയൊക്കെ പെട്ടെന്ന് അടിച്ചിറക്കാനുള്ള വഴി നോക്കുക. ഇനിയുള്ള ഇലക്ഷനൊന്നും ഇവൻ ജയിക്കാൻ പാടില്ല. ഈ രാഹുലിനെ പറ്റി ഇവരൊക്കെ വരുന്ന തലമുറകളല്ലേ. ഇവിടെ ബോംബെയില് ഏത് ഇലക്ഷൻ നടന്നാലും കോൺഗ്രസിനാ കുത്തുന്നത് തന്നെ. ഞാൻ 42 വർഷമായി ബോംബെയില്. ഇവനെയൊക്കെ തെണ്ടിത്തരം കാണിക്കുന്നില്ലേ. നമ്മളിപ്പം നാട്ടിൽ നിൽക്കുന്നില്ല. നാട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ചെറിയ പിള്ളേർ മുമ്പോട്ട് വരേണ്ടതിന് ഇവൻ കാണിക്കുന്ന തന്തയിലാളികളെ ഇവനൊക്കെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? അതൊക്കെ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാ ആൾക്കാരും. എങ്ങനെങ്കിലും ഇവന്മാർ രണ്ടുപേരും ഈ ഇലക്ഷൻ എന്തായാലും എല്ലാവർക്കും അറിയാം കോൺഗ്രസ് വരുമെന്നുള്ളത്. അപ്പൊ ഇവന്മാര് മുൻകൂട്ടി ചെയ്യുന്ന പരിപാടികളാ ഈ പിള്ളേരെ 2-3 പേരെ താഴ്ത്താനുള്ള പരിപാടി. എന്താ പെണ്ണ് കേസ്? എന്തിനു പെണ്ണ് കേസ്? ഇത്രയോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പെണ്ണ് കേസിലുള്ള ആൾക്കാർ ഇപ്പോഴും ഇരിക്കുന്നു. ഈ മുകേഷ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അവനൊക്കെ ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നില്ല. എന്താ പറയേണ്ടത്? എനിക്ക് ഇത്രേ പറയാനുള്ളു. ഇവന്മാരെ ഇനി മുമ്പോട്ട് കയറാൻ അവന് അനുഭവിക്കാൻ പാടില്ല. എന്റെ പേര് സുരേഷ്, ഞാൻ വെള്ളനാടാണ് താമസിക്കുന്നത്. ഇവിടെ ചാനലുകൾ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ആ പോറ്റിയെ അടിച്ചത് പോലീസുകാരന്മാര് 4 വർഷമായില്ലേ. അപ്പോഴേ ഇത് അനീതിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭരണമല്ല ഇപ്പോഴും പോകണം മുമ്പോട്ട് എല്ലാ രീതിയിൽ കൂടെയും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷ തരുന്ന പോലീസുകാരന്മാർ ഇങ്ങനെ നിന്നാ എന്ത് ചെയ്യാൻ നോക്കും? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ സ്ഥലത്ത് നടക്കുന്നത് യവന്മാര്, ഈ പോലീസുകാർ, നല്ല പോലീസുകാർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാന്നുള്ള പോലീസുകാരന്മാർ ഒരുപാടുണ്ട്. CIയിലും മറ്റുള്ള റാങ്കിലും ജോലി ചെയ്യുന്ന ഒരുപാട് പോലീസുകാരന്മാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഗുളിക വാങ്ങി കൊടുക്കണം, ആഹാരം വാങ്ങി കൊടുക്കുന്ന, ചില ഒരു മധുരതി പോലീസ് എന്ന് പറഞ്ഞാൽ വീടുകൾ വെച്ചു കൊടുക്കുന്ന നല്ല പോലീസുകാരന്മാരുണ്ട്. ഞാൻ വിളിച്ചത് എന്ന് പറയാൻ കാരണം ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഒരുമാതിരിപ്പെട്ട ഈ ഇങ്ങനെയൊക്കെ ബ്രോഡ് പരിപാടി ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ വീട്ടിലെ മക്കളുകളൊന്നും ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, അത് നീതിമാനാണ്. അത് സകലർ വിളിച്ചാലും കേൾക്കും. ഇയാളിപ്പം വന്ന വഴിക്ക് അയാള് പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പരിപാടിയും കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എന്തെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ആരടാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരന്മാർ യുവന്മാർ ഉടുപ്പ് ഊരി കഴിഞ്ഞാൽ യുവന്മാർ ഒറ്റയ്ക്ക് അവന്റെ കൂടെ നിന്ന് അടിക്കും. ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരു 4-5 പേർക്ക് കൂടെ ചേർന്ന് ഒരുത്തനെ പട്ടി അടിക്കും പോലെ അടിക്കാനല്ല. ഈ പോലീസുകാരന്മാർക്ക് നമ്മളെ നടയിൽ കെട്ടിയിട്ടെങ്ങനെ ഒരു പട്ടിയുടെ വില കൽപ്പിക്കാൻ കഴിയുമോ? അത്രയും വേദനയായിട്ടാണ് വിളിക്കുന്നത്, അത്രയും വേദനയായിട്ട്. എന്തെല്ലാം കേസുകൾ ഇവിടെ, പീഡന കേസുകൾ, മറ്റത് മറിച്ച് ഇതെല്ലാം നടക്കുന്നുണ്ട്. യുവന്മാർ അതിൻ്റെയൊക്കെ പിറക്കെ പോകത്തുണ്ട്. തിരുവനന്തപുരത്ത് നല്ല നല്ല ഗുണ്ടകളുണ്ട്. യുവന്മാർ ഒറ്റയ്ക്ക് പിടിച്ചടിക്കില്ലല്ല. ഞാൻ ഇന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ തൊടൂലല്ല. പോലീസുകാരന്മാർ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനും അവന്റെ ദേഹത്ത് തൊടൂലല്ല. അവനെ ഏത് രീതിയിലാണ് കൊണ്ടുവരുന്നത്? ഈ കണ്ണൂരൊക്കെ കടന്ന സംഭവങ്ങൾ, എന്തുമാത്രം സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇതൊന്നും യുവന്മാർ കാണുന്നില്ല. നിസ്സാരമായിട്ട് വഴിയെ പോയ ഒരുത്തൻ 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് വഴിയെ നടന്നു പോയപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചോദിച്ചത് കൊണ്ടാണ് അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അടിയും ബഹളവും ഇതൊക്കെ ചെയ്തത്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമോ? ആ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പട്ടാളത്തുകാരൻ്റെ കൈന യുവന്മാരെ അടിച്ച് ഇതായി കഴിഞ്ഞു. പക്ഷേ നാറിയ ഭരണം ആയതുകൊണ്ടല്ലേ യുവന്മാരെ എല്ലാം ജോലി സ്ഥലത്ത് നിന്ന് ഇവനെയൊക്കെ ഡിസ്മിസ് ചെയ്യണം. ബുദ്ധിമുട്ട്, കൂലി വേലക്കാരൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് യുവന്മാർ അറിയണം. ഈ പെണ്ണുങ്ങൾ പല രീതിയിലും മറ്റതും കാണിച്ചു കഴിഞ്ഞ് പലവന്മാർ കയറിയിട്ട് അങ്ങ് പോകും. അങ്ങനെ ബാങ്കൂട്ടം പോവാത്തത് കൊണ്ടാണ് അവനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ദൂഷ്യമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു വരുത്തിയത്. അവർക്ക് എത്ര ലക്ഷം രൂപ ഇനിയിപ്പം കിട്ടും? ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം പറഞ്ഞുണ്ടാക്കി അവർക്ക് എത്ര കിട്ടി കൊടുക്കുക? ലാസ്റ്റിൽ അവൾ എന്താ പറഞ്ഞത് തിരിച്ച് മാധ്യമങ്ങളോട്? ഇത് താൽക്കാലിക ഒരു രക്ഷയ്ക്ക് വേണ്ടി, താൽക്കാലിക എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. സ്ത്രീകൾ, എനിക്കും അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മോളുണ്ട്, ഭാര്യയുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, എല്ലാം ഉണ്ട്, കൊച്ചുമക്കളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരും അങ്ങനെ ആ രീതി കൂടെ ഉൾക്കൊള്ളാൻ നോക്കൂല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.